അപ്പോൾ എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ എപ്പോഴും പറയാറുള്ള പോലെ തന്നെ ഞങ്ങളുടെ വീഡിയോയ്ക്ക് ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ ഇപ്പം ഞാൻ പറയാൻ പോകുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ എങ്ങനെയാണോ ഈസി ആയിട്ടൊരു മുട്ടക്കറി ഉണ്ടാക്കുന്നതെന്നാണ്. അപ്പോൾ അത് നമ്മൾ പാൻ വെച്ച് അതിനകത്തേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് അതിനകത്തേക്ക് കുറച്ച് കുഞ്ഞു കുഞ്ഞായി അരിഞ്ഞ വെളുത്തുള്ളി, ഇഞ്ചി, സവാള എല്ലാം കൂടി ഇട്ടിട്ട് അതിനകത്തേക്ക് അത് മൂത്ത് വരുമ്പോൾ അതിനകത്തേക്ക് ഒരു തക്കാളി അരിഞ്ഞതും കൂടി ഇടുക. എന്നിട്ട് നന്നായിട്ട് മൂപ്പിക്കുക. നന്നായിട്ട് മൂത്ത് വരുമ്പോൾ അതിനകത്തേക്ക് ഇടുന്ന പൊടികൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മല്ലിപ്പൊടി, പിന്നെ കുറച്ച് ഗരം മസാല, പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി, പിന്നെ നമ്മൾ ഈ സവാളയൊക്കെ വഴറ്റുന്ന സമയത്ത് കുറച്ച് ഉപ്പിടാൻ പ്രത്യേകം മറക്കരുത് കേട്ടോ. പിന്നെ അതിനകത്തേക്ക് നമുക്ക് കാശ്മീരി ചില്ലി പൗഡർ ഉണ്ടെങ്കിൽ അത് വേണമെങ്കിൽ ഇടാം. അപ്പോൾ കുറച്ച് കളറൊക്കെ കിട്ടും കേട്ടോ. അപ്പോൾ പിന്നെ അതിനകത്തേക്ക് നമ്മളിടുന്നത് മീറ്റ് മസാലയാണ് കേട്ടോ. അപ്പോൾ മീറ്റ് മസാലയും കൂടെ കുറച്ച് ഇടുക. മീറ്റ് മസാല ദേ എൻ്റെ പാക്കറ്റ് തീരാൻ വേണമെങ്കിൽ നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന് വെച്ചാൽ കേട്ടോ. അപ്പോൾ അതെല്ലാം തീർന്നു. പിന്നെ കുറച്ച് മല്ലിയില വേണമെന്നുണ്ടെങ്കിൽ അതൊക്കെ ഓപ്ഷനാണ് കേട്ടോ. ഇഷ്ടമുള്ളവരാണെങ്കിൽ അതിടാം. പിന്നെ കുറച്ച് കറിവേപ്പില, പിന്നെ ആവശ്യത്തിന് ചെറു ചൂടുവെള്ളമൊക്കെ ഒഴിച്ചിട്ട് നമ്മൾ നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഇനി നമുക്ക് ഇതിനകത്തേക്ക് കുറച്ച് തേങ്ങാപ്പാലാണ് ഒഴിക്കുന്നത്. അപ്പോൾ ഞാൻ മാഗിയുടെ കോക്കനട്ട് മിൽക്ക് പൗഡറാണ് കേട്ടോ. അത് നല്ല ചൂടും വെള്ളത്തിൽ കലക്കിയിട്ട് അതാണ് ഞാൻ ഒഴിച്ചേക്കുന്നത് കേട്ടോ. അപ്പോൾ അത് നന്നായിട്ട് ഒഴിച്ചിട്ട് പിന്നെ വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് പെപ്പർ പൗഡർ വേണമെങ്കിൽ അതിൻ്റെ മേലിടുക. പിന്നെ ഞാൻ മുട്ട പുഴുങ്ങിയത് കുക്കറിലാണ് കേട്ടോ. കുക്കറിൽ ഞാൻ മുട്ട വെച്ചിട്ട് അത്യാവശ്യം അത് തിളച്ച് വന്നതിന് ശേഷം കുറച്ച് ഉപ്പ് ഇട്ട് മൂടി വെച്ച് ഒരു വിസിലടിക്കും. പിന്നെ ഇതേ നമ്മുടെ മുട്ടക്കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. നല്ല അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ ഇങ്ങനെയാണ് കേട്ടോ ഞാൻ മുട്ടക്കറി ഉണ്ടാക്കുന്നത്.